ഇത് നമ്മളെ ചായയുടെ പലഹാരയുടെ ഇലയുടെയാണ്. തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം ഇത് കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളം തൊട്ടാൽ മതി. ഇങ്ങനെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാക്കി വെച്ചിട്ട് നല്ല പരത്തി വെച്ചിട്ടുണ്ട്. ഇലയുടെ പെട്ടെന്ന് വേവാൻ സൂത്രമുണ്ട്. ഇതുപോലെ വാഴയുടെ കൈ, ഇത് വാഴയില്ല, വരുതാ വാഴക്കൈ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമ്മൾ കഷ്ണം കഷ്ണമാക്കിയിട്ട് അതിന് വെച്ച് കൊടുക്കാൻ. അതിന് ഒരു വിടവ് കിട്ടുമല്ലോ. ഞാനിങ്ങനെ മുമ്പേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ഒരുക്കുന്നത് കാണൂലല്ലോ, ചാനൽ നോക്കിയാലേ കാണുമല്ലോ. ഞാൻ കാണിച്ചു തരാട്ട മുറിച്ചിട്ട് പിന്നെ ഒരു വിടവ് കിട്ടുമല്ലോ. മേലെ വെച്ചാൽ വെന്ത് കിട്ടാൻ കുറച്ച് വിഷമമാണ്, കുറേ സമയം വേണ്ട. ഇത് പെട്ടെന്നാവും. വേണ്ട വാഴക്കൈയെല്ലാം ഞാനിങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. അധികം വണ്ണമില്ല, നടുക്ക് പുളക്കാം, എന്നാൽ കുറേ ഉണ്ടാവുമല്ലോ. ഇങ്ങനെയാണ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിടവ് കിട്ടാൻ വേണ്ടി എന്താണ് തമ്മിലും ഉണ്ടാവില്ല, ഇതിൽ കൂടെ ആവി കയറുമല്ല. ഈ വിടവുണ്ടായാൽ കയറുമല്ല, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താലേ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇന്നത്തെ വറവ് വേണ്ട, ചക്കക്കുരുവാണ്. ചക്കക്കുരുവും ചെമ്മീനും കുറച്ച് ഉള്ളിയും ചുവന്നുള്ളിയും കയറിയിട്ട് തേങ്ങയിലെല്ലാം ചരിയിട്ട് കുക്കറിൽ വെക്കുമ്പോൾ എന്താ നല്ല ചക്കക്കുരു തോരനാണ്. ചക്കക്കുരും ചെമ്മീനും തോരൻ. ഇലയുടെ വീഴുന്നുണ്ട്. നമ്മളെ ഇലയുടെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചക്കക്കുരു ചെമ്മീൻ തോരനായിട്ടുണ്ട്. എന്നാൽ അടിപൊളി. ഇതിൽ വറുത്തതേ ഉണ്ട്, തളിക്കേ ഉണ്ട്. തളിപ്പുറം കെട്ടി വെച്ചിട്ടുണ്ട്. കടുക് കഴിക്കാനായി നമ്മുടെ ഇനി താളാണ്. ഇത് കറി കാട്ടുകാൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കാട്ടുകാളൊക്കെ ഞാൻ കാണിച്ചൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. താളം കേട്ടോ, മുറിച്ചത് ഇന്നലെ വെച്ചതാണ്. പുളിശ്ശേരിയൊക്കെ പുളിങ്കറി, കാട്ടുതാൾ പുളിങ്കറിയാണ്. ഇനി തേങ്ങ വെന്തിട്ട് വെച്ചതാണിത്. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് കൂട്ടിയിട്ട് വാങ്ങിയേ വേണ്ടു.
പിന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, പുളിയും ജീരകവും നല്ല പച്ചമുളകും എല്ലാം കൂടെ ഇതിൽ തന്നെ അരച്ചിട്ട് പുളി കൂട്ടിയിട്ടാണ് ഇത് വെക്കണ്ടേ. കാട്ടുതാൾ തൈരല്ല വേണ്ട, പുളിയാണ്. പിന്നെ വാളംപുളിയില്ലേ, വാളംപുളിയാണ് വേണ്ടത്. പിന്നെ അരപ്പത് ചേർത്തതിൽ ഇല്ലേ, ഇതൊന്ന് താളിക്കേ വേണ്ട. കർക്കിടക മാസത്തിൽ കൂട്ടേണ്ട കറിയായത്, ഒരുപാട് ഗുണാലുമില്ല കറിയാണ്. ഞാനെല്ലാം എടുത്തു, എൻ്റെ കൈമന്ന് പോയി. അത് മുറിച്ചതെല്ലാം കഷ്ണാക്കിയതെല്ലാം എടുത്തു ഞാൻ ആദ്യം, അതെല്ലാം കൈമന്ന് മുട്ടിപ്പോയിട്ട്. പിന്നെ ഒരിക്കൽ കാണിക്കാട്ടാ. കടുക് താളിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉലുവയും കടുവും കുറച്ച് വറ്റൽമുളകും കൂടെ. നമ്മുടെ കാട്ടുതാൾ കറി ഇതാണ് ആയിട്ട്, പുളിങ്കറി ഉണ്ടല്ലേ. ഇലയടയും വെന്തു. ഇലയടയും വെന്തു ഉണ്ടല്ലേ. ഉണ്ടല്ലേ ചക്കക്കുരു ചെമ്മീൻ തോരൻ, കാട്ടുതാൾ, പുളിങ്കറി, രാവിലത്തെ ഇലയട അല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ. ഇത് അധികമൊന്നും ചിലവില്ല അതിന്. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ.